ഇതാണ് മുഞ്ഞപ്പാടം എന്ന ഗ്രാമം. ഈ പ്രസ്ഥാനത്തിലാണ് മഹത്തായ പല ചർച്ചകളും നടക്കുന്നത്. അവിടെ പോയിട്ട് മറ്റന്നാ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ്. സാക്ഷരതാ ക്ലാസ്സിൽ എന്തായാലും ഈ കൊല്ലം പോണം. ഒരു ചായ വിത്തൗട്ട് ചായ ഇവിടെ. മുഞ്ഞപ്പാടത്ത് വികസനം ഉടനെ. പിന്നെ ഞങ്ങളത് കേട്ടതാ. മുഞ്ഞപ്പാടത്ത് വികസനം ഉടനെ. പഞ്ചസാരക്ക് വില കൂടി. പറഞ്ഞോന്നോട് വായിച്ചേ. പഞ്ചസാരക്ക് വില കൂടിയില്ലെന്ന് മന്ത്രി. ഇത് ഗോവിന്ദപിള്ളയുടെ വീട്, ഇത് പാച്ചുപിള്ളയുടെ വീട്. ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ എത്രമാത്രം സ്നേഹത്തിലാണെന്ന് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്നും മനസ്സിലാകും. തടത്തപ്പിള്ളേ, തന്റെ കോഴി എന്റെ 10 മുട് മുളകിന്റെ ചുമട് മാന്തി പറിച്ച് അതിനെ എന്റെ കൈ കിട്ടിയാലേ അരിഞ്ഞ് തുണ്ടെന്നുണ്ടോ നമുക്ക് മറിഞ്ഞേക്കാം. പത്തായപ്പുറത്ത് കുരണ്ടിയിട്ടിരിക്കുന്ന സ്വഭാവമാണ് ഈ രണ്ട് പിള്ളമാരുടെയും. അപ്പോൾ പിന്നെ ഇത് സംബന്ധിച്ച് അതിശയോക്തിക്ക് സ്ഥാനമേ ഇല്ല. ഇടതാമര, നാളെ മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം കൂടെ ഇട്ടേ. ഈ വയസ്സാം കാലത്ത് ചേട്ടാ ഇംഗ്ലീഷ് എവിടെ നിന്ന് പഠിച്ച്? എനിക്കല്ലടാ, എന്റെ മോനാ. അവനിപ്പം വലിയ പഠിത്തമൊക്കെ അല്ലേ പഠിക്കുന്നത്. ഇടോ താമര, നാളെ മുതലേ ഇവിടെ ഹിന്ദി പത്രം കൂടെ ഇട്ടേരെ. എന്റെ മോളെ ഇപ്പൊ ഹിന്ദിയും കൂടെ അല്ലേ പഠിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ പോലെ ഇത്ര മത്സരമല്ലല്ലോ ദൈവമേ. ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ചേതിൽ തുടങ്ങി സൗഭദ്രമെന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരിനടവോ? ശരിയാവുന്നില്ല. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, ആങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണ്. കിരീടവും ചെങ്കോലും സിംഹാസനവും ഒക്കെയുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയാക്കി വിളിക്കും, പ്രിൻസ്. യെസ്, ഐ ആം എ പ്രിൻസ്, ആൻ അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോക രാജകുമാരൻ, രാജാവിന്റെ മകൻ. കൊള്ളാം, ഇത് കലക്കിയിട്ടുണ്ട്. അവളെ വാസുവേട്ടൻ ഗാഠം ഉണർന്നു. അവൾ കരഞ്ഞുപോയി. വാസുവേട്ട എന്നുള്ള വിളി മാത്രം അവളിൽ നിന്നുയർന്നു. ഈ മനുഷ്യ ആളെ കൊല്ലല്ലോ. എന്തൊരു ശബ്ദം കേട്ടല്ലോ. ഭഗവതി,
തല്ല ശ്ശോ. പാനുവേ ഉം. ഡേ നീ അകത്ത് പോയി അമ്മയുടെ മുറുക്കാൻ പൊതിങ്ങ് എടുത്തോണ്ട് വാ. എന്നാ പറ്റി പുതിയ ശീലമൊക്കെ? ഉം. ഉം. ചുണ്ണാമ്പ് കൂടിപ്പോയി. അയ്യോ എന്നാ പറ്റി? ഒന്ന് വീശടി. ഓ അതെങ്ങനാ പാക്ക് ചുരുക്കുന്നോ മറ്റായിരിക്കും. ഈ മടത്തി പിള്ളമാര് തമ്മിൽ ഇത്ര ഉടക്കുണ്ടാകാൻ കാരണം എന്താ? പണ്ട് മടത്തിപ്പിള്ളമാരുടെ വീട്ടിലെ ഒരാൾ തടത്തിപ്പിള്ളമാരുടെ വീട്ടിലെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. എന്നിട്ട് അയാളുടെ ജഡം അമ്പലക്കുളത്തിൽ കിടന്നു. കൊന്നതായിരിക്കും. ആ പെണ്ണ് ഭ്രാന്ത് പിടിച്ച് അറ കിടന്നു മരിച്ചു. ഇക്കത് ഓരോ തലമുറയും കൈമാറി വിദ്വേഷം മനസ്സ് സൂക്ഷിക്കുക. ആ തലമുറയിൽ അവസാന കണ്ണികളാ ഈ പിള്ളമാർ. ഇത് പറഞ്ഞു കേട്ടതാ. ദൈവമേ, ഇന്ന് കണി കണ്ടവനെ നാളെയും കാണണേ. എങ്ങനുണ്ടാ മോനെ നമ്മുടെ ബൈക്ക്? അച്ഛനെ പോലെ ഒരു മണ്ടനുണ്ടോ? ഇതാണോ അച്ഛാ ബൈക്ക്? അവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഭാനു? ഞാനൊരു മണ്ടനാണെന്ന്. അത് തന്നെ അവൻ പറഞ്ഞത്. ഇത് ഞാൻ എങ്ങനെ കോളേജിൽ കൊണ്ടുപോകും? കൂട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അച്ഛനായി പോയില്ലേ, തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നീ അഡ്ജസ്റ്റ് ചെയ്യണ്ടടാ. ഇത് എനിക്ക് കൊണ്ടു നടക്കാനുള്ള വണ്ടിയാ. ഓ, കൂട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യെങ്കിലേ നീ ഒരു മുഖം മൂടി മാറ്റി വയ്ക്ക്. ഈ വയസ്സാം കാലത്ത് നിങ്ങളുടെ ഒരു നിനക്കും തോന്നി തുടങ്ങിയോ എനിക്ക് വയസ്സായെന്ന്? ഞാൻ ബൈക്കിലൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ, നിങ്ങളൊന്ന് സഹായിക്ക്. നമ്മുടെ അയ്യത്തുള്ള എലിയ പഠിക്കാനേ അതിങ്ങ് വാടകയ്ക്ക് വരുമെന്ന് ചോദിച്ചു. സൈക്കിള് വാങ്ങാൻ കാശില്ലാത്തവന് ബൈക്ക് കാണുമ്പോ ഒരു അസൂയ. ഒന്ന് തള്ളിത്താ പിള്ളേരെ.
അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഇങ്ങ് വന്നത്. എനിക്കും അത്തരം വണ്ടി. അത്തരം വണ്ടിയല്ല, മേത്തരം വണ്ടിയാ. അങ്ങന്റെ ശരീരപ്രകൃതിക്ക് ഒരു 4 വീലം വണ്ടി തന്നെ വേണം. ആ എന്ത് ചെയ്യാനാ, ഒരു ലോറി ഉണ്ടായിരുന്നു, വിറ്റുപോയി. എന്തോന്നാ പറഞ്ഞേ? അല്ല, ഒരു കാർ ഉണ്ടായിരുന്നെന്ന് പറയുമായിരുന്നു. അങ്ങനാവുമ്പോ അതാ നല്ലത്. ആ മതി, ഞാനിവിടെ ഇറങ്ങാം. കിട്ടിയതിരിക്കട്ടെ. ഉയ്യോ, വണ്ടി നിന്ന പോലെ. ആ തള്ളു തള്ളു, അങ്ങനെയെങ്കിലും ആ ചീക്ക തടിയൊന്ന് കുറയട്ടെ. അമ്മേ, ഞാൻ പോവാ. നിനക്ക് ഇത്തിരി കഴിഞ്ഞല്ലേ പഠിത്തുള്ളൂ? അതല്ല അമ്മേ കാര്യം. അങ്ങനെ അങ്ങേലെ കൊച്ചു എന്റെ മുന്നേ കയറി നടക്കണ്ട. ഓ, ഒരു അച്ഛനെക്കാട്ട് വാശിയുള്ള ഒരു മകൻ. എന്റെ മുമ്പിൽ കയറി നടക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? വേണ്ട വേണ്ട, എന്റെ മുമ്പിൽ കയറി നടക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ഇല്ല. അയ്യടാ, മടത്തിപ്പിള്ള വീട്ടുകാരുടെ മുമ്പിൽ കയറി ആരും നടക്കാറില്ല. തടത്തിപ്പിള്ള വീട്ടുകാരുടെ മുമ്പിൽ കയറിയും ആരും നടക്കാറില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നടക്കാം. ദേ നന്ദുവേട്ടാ, ഒരു കാര്യം പറയാം. എന്റെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു. എന്റെ അച്ഛൻ അറിഞ്ഞാലോ? അതുകൊണ്ട് നമുക്ക് ആരും അറിയാതെ പാർക്കിൽ പോയിരിക്കാം. അയ്യടാ, ഐസ്ക്രീം തിരിച്ചു വിടാന്നല്ലേ? എന്നാലേ അത് വേണ്ട, പുതിയ സിനിമ റിലീസായിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട. എന്റെ അച്ഛൻ പുതിയ സിനിമ കാണാൻ സിറ്റി വരാറുണ്ട്. നന്ദുവേട്ടന്റെ അച്ഛനോ? അയ്യടാ, കാൽ കാശ് ചുമ്മാ കൊടുക്കാത്ത മഠത്തിലെ അദ്ദേഹം സിനിമയ്ക്ക് പോകുന്നു. തടത്തിക്കാര് ഒട്ടും മോശമല്ലല്ലോ. കൊള്ള പലിശയ്ക്ക് പണം കട കൊടുത്ത ആൾക്കാരെ പറ്റിക്കലല്ലേ പണി. ദേ, തടത്തുകാരെ കുറിച്ചൊന്നും പറയണ്ട, എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. തടത്തിക്കാരെ പോലെയാണോ മഠത്തിക്കാർ? രാജാവിന്റെ കാലത്ത് പട്ടും വളയും വാങ്ങി നാട് നോക്കിയ പടത്തലവനല്ലായിരുന്നോ എന്റെ മുത്തച്ഛൻ? പിന്നെ പട്ട അമ്പലത്തിൽ നേർച്ചിടാനും വളവാദത്തിന് കയ്യിലിടാനും വാങ്ങിക്കാണും. ദേ, മഠത്തിക്കാരെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ദേഷ്യം വരുമല്ലേ? ദേ, എന്നെ കളിപ്പിച്ചിട്ട് പോകാൻ നോക്കണ്ട. ഹോ, സർവ്വ മൂടും പോയി. മൂടില്ലാത്തതല്ല, കാശില്ലാഞ്ഞിട്ടാന്നറിയാം. എന്ത് ചെയ്യാനാ, എന്റെ കയ്യിലും കാശില്ല. അച്ഛൻ തരില്ലെന്നേ. പിന്നെ ചിലപ്പോഴൊക്കെ അമ്മ തരുന്നതാ ഞാൻ കൊണ്ടുവരുന്നത്. ഒരു കുടുക്കിയുണ്ട്, ഒന്ന് നിറയട്ടെ, പൊട്ടിച്ചോണ്ട് വരാം. നിനക്ക് കുടുക്കെങ്കിലും ഉണ്ട്. തേങ്ങ വിറ്റ് കിട്ടിയതിന്റെ കണക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ കഴിഞ്ഞ ആഴ്ച ചെലവിട്ടത്. ഇനി എന്നാ എടുത്തിട്ട് കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്നതാ? നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പോകാം. എന്നിട്ട് കുടുക്ക പൊട്ടിക്കുന്നതിന്റെ അന്ന് ഞാൻ ചെലവ് ചെയ്യാം, പോരെ? ഓ, നിന്റെ കുടുക്ക കാരണം ഇന്നും ആ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് കത്തി കേൾക്കണം. വേണം. സ്വന്തമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്നെ വട്ടു പിടിപ്പിക്കാതെ വാ. ക്ലാസ് എങ്കിൽ ക്ലാസ്. മന്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ? പഴക്കവും തഴക്കവും ഒഴുക്കവും വഴക്കമുള്ള എന്നെടുത്ത് നീ വെറും പുല്ല. ഗതി കെട്ടാ പട്ടി പുല്ലും തിന്നും. പട്ടിയല്ലടാ, പശുവാ. ഇപ്പൊ പട്ടിയും തിന്നും. എന്താ ഒരു ബഹളം? ഏയ്, ഒന്നുമില്ല, ഒരു ചെറിയ തൊഴിൽ തർക്കം. വാ, അത്രയുള്ള. വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നത് പോലെ എനിക്കൊരു സംശയം. ആ, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അവരെന്തൊക്കെ പ്ലാൻ ചെയ്യാലും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. രണ്ടുപേരും ഒരേ വാശിക്കാരാ, അതാ എനിക്ക് പേടി. ദേ, നാളെ കാണാം. സ്വാഹ 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 അറ്റ കയ്യാ പ്രയോഗിച്ചിരിക്കണം. ആ, ഇനി ബാക്കി നാളെ ആവാം. അടുത്ത ആഴ്ച ഇതിലും വലുതൊന്നും ചെയ്യാം. ഒരു 10,000 രൂപ കരുതിയേരെ. ഓ,
അവന്റെ കുടുംബം കുളം തോണ്ട. ആ എനിക്ക് എന്റെ ആശാനെ ഒന്ന് തോപ്പിക്കുകയും ചെയ്യാം. ആ ആ ബാക്കി നാളെ കാണാം. ആ. സ്വാഹ സ്വാഹ. അയ്യോ കണ്ണി വീണ്. കണ്ടോ കണ്ടോ അപശകുനം. ഈ ഹോമം തടയാൻ അവനൊപ്പിച്ച പണിയാ. ഞാൻ ഇന്നലെ വീട്ടിൽ പോയി ഒന്നുകൂടെ പ്രശ്നം വെച്ച് നോക്കി. സംഗതി ആകെ വശക്കേടാ. അതെ, നിങ്ങളുടെ മകളെ നശിപ്പിച്ച് ഭ്രാന്തിയാക്കാനുള്ള പുറപ്പാടാണ് മറ്റേ പിള്ളേടേത്. നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ പ്രേതത്തെ ആവാഹിച്ച് കുളത്തിച്ച് അടിച്ച് കൊല്ലാനാ പരിപാടി. നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ പ്രേതത്തെ ആവാഹിച്ച് കുളത്തിച്ച് അടിച്ച് കൊല്ലാനാ പരിപാടി. ഇങ്ങോട്ട് താടി. അയ്യോ നിങ്ങൾ എന്താ കഴിക്കാൻ പോവാ? ഇടാ ഗോവിന്ദ പിള്ളേ, പഴയതൊന്നും ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. എടോ, ഇനി ഏതെങ്കിലും ഒരു പിള്ള മതിയിടാം. പാച്ചുള്ള അല്ലെങ്കിൽ ഗോതമ്പിള്ള. എന്താ ഇത്? അയ്യോ വേണ്ട വേണ്ട. നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? അയ്യോ എന്റെ ഭഗവതി, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം? ആശാനെ, സംഗതി നമ്മൾ വിചാരിച്ചതിനെതിരായിട്ടാണ് നടക്കാൻ പോകുന്നത്. വിട്ടോ? നിന്നെ വെട്ടി തുണ്ട നോക്കി ഞാൻ. നിർത്ത് നിർത്ത്. അയ്യോ എല്ലാം തകർന്നു, എല്ലാം തകർന്നീ. അയ്യോ പിള്ളേരെ നമ്മളെ പറ്റിച്ചല്ലോടോ. ഇനി പാച്ചുപിള്ളയായി ഗോവിന്ദപിള്ളയായി അവരൊരു കൂടെ അഥവാ ഗോവിന്ദപിള്ളയായി. പാച്ചുപിള്ള